ഉരുളക്കിഴങ്ങ് കറി ഇല്ലെങ്കിൽ മസാല എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നമുക്ക് സാൻഡ്വിച്ചിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടാക്കി ജീരകം പൊട്ടിച്ച് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും എല്ലാം അവരവരുടെ രുചിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിൻ്റെ പച്ചമണം മാറുമ്പം കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഒരു 1/4 കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് അടച്ച് ഒരു 5 മിനിറ്റോളം വേവിക്കുക. അതെല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് കിട്ടുമ്പോൾ അതിലേക്ക് മല്ലിയിലയും നാരങ്ങാ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ഇത് വിളമ്പാവുന്നതാണ്. ചപ്പാത്തിക്കൊപ്പമോ അല്ലെങ്കിൽ ബോംബെ സാൻഡ്വിച്ചിനും ഈ മസാലക്കൂട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.